വെൽക്കം ബാക്ക് ടു ഗ്രേസ് ജോസ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7ലെ ചാപ്റ്റർ നമ്പർ 9 റാഷണൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കി, റാഷണൽ നമ്പേഴ്സ്. റാഷണൽ എന്നുള്ള വേർഡ് റേഷ്യോ എന്നുള്ള വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. റേഷ്യോ 4:5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/5 എന്ന് എഴുതാം, ഇല്ലേ? ഇവിടെ നോക്കിയാൽ ഹിയർ 4 and 5 ആർ നാച്ചുറൽ നമ്പേഴ്സ്. 4ഉം 5ഉം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ. ഇപ്പം നോക്കിയേ, വേറെ ഒരു നമ്പർ എഴുതിയാൽ 3:2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/2. ഇവിടെ എന്താണ്? 3 and 2 ആർ നാച്ചുറൽ നമ്പേഴ്സ്. 3ഉം 2ഉം നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ. സിമിലർലി ദ റേഷ്യോ ഓഫ് 2 ഇൻറ്റിജേഴ്സ് p and q. നോക്കിയേ, ദ റേഷ്യോ ഓഫ് 2 ഇൻറ്റിജേഴ്സ് p and q. q not equal to 0. That is p is to q can be written in the form p/q. ഒന്നൊക്കെ പിയും ക്യൂവും രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? p is to q എന്ന് എഴുതാം. ദാറ്റ് മീൻസ് p/q. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? എ റാഷണൽ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p/q where p and q are integers and q not equal to 0. രണ്ട് ഇൻറ്റിജേഴ്സിനെ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിനെ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, -3/4 ഇതൊരു റാഷണൽ നമ്പർ ആണോ? ആണല്ലേ. എന്തുകൊണ്ടാണ്? p നമുക്ക് എന്തെടുക്കാം? p is equal to -3 and q is equal to 4. -3 and q are ഇൻറ്റിജേഴ്സ്. രണ്ടും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -3/4 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയാം, അല്ലേ? എനിക്ക് p/qയിൽ p എന്താണ്? p ഈസ് ദി ന്യൂമറേറ്റർ ആൻഡ് q ഈസ് ദി ഡിനോമിനേറ്റർ. അപ്പോൾ റാഷണൽ നമ്പർ p/qയിലെ p ഈസ് ന്യൂമറേറ്റർ ആൻഡ് q ഈസ് ഡിനോമിനേറ്റർ. ഇനി നോക്കിയേ, ന്യൂമറേറ്റർ നെഗറ്റീവ് ആകാം, ഡിനോമിനേറ്റർ പോസിറ്റീവും ആകാം. അങ്ങനെ റാഷണൽ നമ്പർ വരാം. അതായത് ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ് ആൻഡ് ഡിനോമിനേറ്റർ ഈസ് പോസിറ്റീവ്. ഫസ്റ്റ് വൺ ഇങ്ങനെ വരാം. സെക്കൻഡ് വൺ ന്യൂമറേറ്റർ ഈസ് പോസിറ്റീവ് ആൻഡ് ഡിനോമിനേറ്റർ ഈസ് നെഗറ്റീവ്. റാഷണൽ നമ്പർ ഇങ്ങനെയും വരാം. തേർഡ് വൺ ബോത്ത് ആർ നെഗറ്റീവ്. അതായത് ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ് ആൻഡ് ഡിനോമിനേറ്റർ ഈസ് നെഗറ്റീവ്. ഫോർത്ത് വൺ ബോത്ത് ആർ പോസിറ്റീവ്. ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ ഈസ് പോസിറ്റീവ് ആൻഡ് ഡിനോമിനേറ്റർ ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് വൺ, റാഷണൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്രാക്ഷൻ. ഇൻറ്റിജർ -5. -5 ഒരു റാഷണൽ നമ്പർ ആണോ? ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? -5നെ നമുക്ക് -5/1 എന്ന് എഴുതാം, അല്ലേ? -5/1 എന്ന് എഴുതാം. ഇപ്പം ഇതെന്തായി? p/q ഫോമിലായി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -5 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയാം, അല്ലേ? ഇതൊക്കെ 0 നമുക്ക് എങ്ങനെ എഴുതാം? 0/2, 0/3 എന്ത് വേണമെങ്കിലും എഴുതാം, അല്ലേ? അപ്പം എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. 0 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അപ്പം ന്യൂമറേറ്റർ നെഗറ്റീവ് വന്നാലും ഡിനോമിനേറ്റർ നെഗറ്റീവ് വന്നാലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് വന്നാലും രണ്ടും പോസിറ്റീവ് വന്നാലും എന്താണ്? അതിനെ നമുക്ക് റാഷണൽ നമ്പർ ആണെന്ന് പറയാം, അല്ലേ? നെക്സ്റ്റ്, ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ്. എക്സാമ്പിൾ നോക്കിയേ, -2/3. നമ്മൾ ഈക്വലൻ്റ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ വെച്ച് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. നോക്കിയേ, -2/3
ഇവിടെ ന്യൂമറേറ്ററിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം എന്ത് വന്നു? -4/6 എന്ന് വന്നില്ലേ? നമുക്ക് എന്ത് പറയാം? -2/3 ഈസ് ദ സെയിം ആസ് -4/6. എന്നൊക്കെ -2/3യെ വേറെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ -5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് വന്നു? നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആകും. അപ്പോൾ 5 × 2 ഈസ് 10. 10/-15. ഇപ്പം എന്തായി? -2/3 ഈസ് ഓൾസോ ദ സെയിം ആസ് 10/-15. അപ്പോൾ നമുക്ക് എന്തെഴുതാം? -2/3 is equal to -4/6 is equal to 10/-15. ഉണ്ടോ? ഇതെല്ലാം മൂന്നും എന്തായി? ഈക്വലായി അല്ലേ? അപ്പം നോക്കിയേ, ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ ബൈ ദ സെയിം നോൺ സീറോ ഇൻറ്റിജർ we obtain another rational number equivalent to the given rational number. അപ്പം ഒരു റാഷണൽ നമ്പറിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നോൺ സീറോ ഇൻറ്റിജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അനദർ റാഷണൽ നമ്പർ ഈക്വലന്റ് ടു ദി ഗിവൺ റാഷണൽ നമ്പർ. നമുക്ക് തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടും. അതായത് -2/3 ഈക്വലൻ്റ് ആണ് എന്ത്? -4/6. അതുപോലെ -2/3 ഈക്വലൻ്റ് ആണ് 10/-15. ഇപ്പം നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? ഇനി നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നോൺ സീറോ ഇൻറ്റിജർ വെച്ച് ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് നമുക്ക് കിട്ടും. -10/-15. -10/-15 divided by 5. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 വെച്ച് എന്ത് ചെയ്യുകയാണ്? ഡിവിഷൻ ചെയ്യുകയാണ്. ഇപ്പം എന്ത് വരും? -10/5 ഈസ് -2. -15 divided by 5 ഈസ് -3 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2/3 എന്ന് വരും. അപ്പം -10/15 ഈസ് ഈക്വലൻ ടു -2/3 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൺസിഡർ എ റാഷണൽ നമ്പർ 2/3. നോക്കിയേ, ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദിസ് നമ്പർ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇല്ലേ? ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലേ? സച്ച് റാഷണൽ നമ്പർ ഈസ് കോൾഡ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നോക്കിയേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവായിട്ട് വരുന്ന റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പർ. നെക്സ്റ്റ്, -3/5. 3 ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് 5 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഡിനോമിനേറ്റർ ഈസ് പോസിറ്റീവ്. സച്ച് റാഷണൽ നമ്പർ ഈസ് കോൾഡ് എ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. എന്താണ് നെഗറ്റീവ് റാഷണൽ നമ്പർ? ഇനിയൊരു റാഷണൽ നമ്പർ തന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഒരു റാഷണൽ നമ്പർ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും കോമൺ ഫാക്ടേഴ്സ് കാണത്തില്ല. കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നോക്കിയാൽ -45/30. -45/30. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. നോക്കിയേ, എങ്ങനെ നമുക്ക് എഴുതാം? -45/30 ഇതിനെ എന്ത് ചെയ്യാം? കോമൺ ഫാക്ടർ വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഡിവിഷൻ ചെയ്യാം അല്ലേ? ഇവിടെ എന്ത് വെച്ച് ചെയ്യാം? 3 വെച്ച് ചെയ്യാം അല്ലേ? 3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 3 വെച്ച് ചെയ്തു. ഇവിടെ 3 വെച്ച് ചെയ്തപ്പോൾ എന്ത് വന്നു? -15 divided by 10. ഇനി ഇതിന് രണ്ടിനും കൂടി ഇനിയും കോമൺ ഫാക്ടർ ഉണ്ടല്ലേ? എത്രയുണ്ട്? 5 ഉണ്ടല്ലേ? അപ്പം നമ്മൾ 5 വെച്ച് വീണ്ടും
ഡിവൈഡ് ചെയ്തു. ഇപ്പം എന്ത് വന്നു? -3 ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് ഇതിൻ്റെ റെഡ്യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോം എന്ത് കിട്ടി? -3/2 എന്ന് കിട്ടിയില്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 2 ടൈംസ് ഡിവിഷൻ ചെയ്തല്ലേ, അതായത് 3 കൊണ്ടും ചെയ്തു 5 കൊണ്ടും ചെയ്തു. നമുക്കിത് എളുപ്പത്തിൽ 3 × 5 15 വെച്ച് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയാമോ? 45ൻ്റെയും 30യുടെയും കൂടെ HCF എടുക്കണം. അതായത് HCF ഓഫ് 45 ആൻഡ് 30 രണ്ടിൻ്റെയും കൂടെ HCF എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഡിവിഷൻ ചെയ്യാം. നോക്കിയേ, 45 30 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ HCF കണ്ടുപിടിക്കാം കേട്ടോ. നോക്കിയേ, പക്ഷേ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എടുത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. 5 രണ്ടിനും കോമൺ ആണല്ലേ. അപ്പം എന്ത് ചെയ്യാം? 9 ഇവിടെ 6. ഇനി 9നും 6നും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏതുണ്ട്? 3 ഉള്ളു അല്ലേ. അപ്പം എന്തെഴുതാം? 3 2. ഇനി 3ക്കും 2നും കൂടെ 1 അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പം HCF എന്ത് വന്നു? HCF ഈസ് ഇക്വൽ ടു 5 × 3 ഈസ് ഇക്വൽ ടു 15. കണ്ടോ? HCF നമുക്ക് 15 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഡയറക്റ്റ് -45/30 എന്ത് ചെയ്യാം? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -45/30 ഡിവൈഡഡ് ബൈ 15. കണ്ടോ? 45/15 എന്താണ്? -3. 30/15 2. കണ്ടോ? 1 ടൈം ഡിവിഷൻ ചെയ്തപ്പം എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇവിടെ നമ്മൾ 2 ടൈംസ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ HCF കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഈസി ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണമെങ്കിൽ ഇതിപ്പം സ്റ്റാൻഡേർഡ് ഫോമിലായി. ഡിനോമിനേറ്റർ ഈസ് പോസിറ്റീവ് ആൻഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഡിനോമിനേറ്ററും ന്യൂമിനേറ്ററിനും എന്തില്ല? കോമൺ ഫാക്ടർ ഇല്ല, 1 മാത്രമേ ഉള്ളൂ അല്ലേ. ഈ ഫോമിൽ വന്നാൽ നമുക്ക് എന്ത് പറയാത്? സ്റ്റാൻഡേർഡ് ഫോമിലാണെന്ന് പറയാം. നോക്കിയേ, പേജ് നമ്പർ 178 ട്രൈ ദീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് -18/45. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ കണ്ടുപിടിക്കണം ഇല്ലേ. അപ്പം ഫസ്റ്റ് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ. അതെങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം ഇതിന്റെ HCF കണ്ടുപിടിക്കണം. HCF ഓഫ് 18 ആൻഡ് 45 രണ്ടിൻ്റെയും കൂടെ HCF എന്താണ്? 18 45. രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? 3 ഉണ്ടല്ലേ. അപ്പോൾ 3 വെച്ച് നമുക്ക് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ 6 3s are 18. ഇവിടെ എന്താണ്? 15 3s are 45. അഗെയിൻ നമുക്ക് 3 വെച്ച് ചെയ്യാം. 3 2s are 6. 5 3s are 15. ഇനി 2നും 5നും കൂടെ എന്തില്ല? കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അപ്പം HCF എന്ത് വന്നു? ഈസ് ഇക്വൽ ടു 3 × 3 ഈസ് ഇക്വൽ ടു 9 വന്നല്ലേ. HCF എന്ത് വന്നു? 9 വന്നു. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? -18 ഡിവൈഡഡ് ബൈ 9 45 ഡിവൈഡഡ് ബൈ 9. എന്ത് ചെയ്തു? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും HCF വെച്ച് ഡിവിഷൻ ചെയ്തു. എന്ത് വന്നപ്പം? 18 ഡിവൈഡഡ് ബൈ 9 ഈസ് 2. -2 ബൈ 45 ഡിവൈഡഡ് ബൈ 9 ഈസ് 5. ആൻസർ ഈസ് -2/5 എന്ന് വന്നു. -12/18. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയേ? 12ൻ്റെയും 18ൻ്റെയും കൂടെ എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം അല്ലേ. HCF ഓഫ് 12 ആൻഡ് 18 രണ്ടിൻ്റെയും കൂടെ HCF എന്ത് വരും? ഇവിടെ നമുക്ക് 2 വെച്ച് ചെയ്യാം അല്ലേ. 6 2s are 12. 9 2s are 18. അഗെയിൻ 3 വെച്ച് ചെയ്യാം. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് 3 ഉള്ളു അല്ലേ. 3 2s are 6. 3 3s are 9. 2നും 3ക്കും എന്തില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. 2 × 3 ഈസ് ഇക്വൽ ടു 6.
ഇനി എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യും. എന്ത് വരും? 12/6 ഈസ് 2. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -2 ഡിവൈഡഡ് ബൈ 18/6 ഈസ് 3. ആൻസർ ഈസ് -2/3. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ്. നോക്കിയേ, രണ്ട് റാഷണൽ നമ്പറിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, 2 പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി കമ്പയർഡ് എക്സാക്ട്ലി ആസ് വി കമ്പയർ 2 ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ എങ്ങനെയാണോ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാൻ നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണോ കമ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് റാഷണൽ നമ്പർ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാമേ. നോക്കിയേ, എക്സാമ്പിൾ 2/3 and 4/5. ഓക്കെ, ഈ രണ്ട് റാഷണൽ നമ്പർ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM നമ്മൾ എടുക്കണം. 3യുടെയും 5ൻ്റെയും കൂടെ LCM എന്താണ്? LCM ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആക്കിയെങ്കിലേ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം LCM എന്ത് വരും? LCM ഓഫ് 3 and 5 ഈസ് ഈക്വൽ ടു 15 എന്ന് വരും ഇല്ലേ? ഇതിനെന്താണ്? കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് എന്താണ് 15 എന്ന് വരുന്നു. അപ്പോൾ 2/3 നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 15 വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. നോക്കിയേ, 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 വരും? 5 കൊണ്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 5 2s are 10. അപ്പോൾ 2/3 എങ്ങനായി? 10/15 എന്നായി. നെക്സ്റ്റ് 4/5 നമ്മൾ ഡിനോമിനേറ്റർ 15 വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ എന്ത് വരും? 5 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ടല്ലേ? അപ്പം ന്യൂമറേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 ഈസ് 12. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 10/15 ആൻഡ് 12/15 എന്ന് കിട്ടിയല്ലേ? 10/15 ആൻഡ് 12/15. ഇതിൽ ന്യൂമറേറ്ററിൽ ഏതാണ് ബിഗ്? 12/15 ആണ് ബിഗ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 10/15 ലെസ് ദാൻ 12/15. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? 10/15 എന്തായിരുന്നു? 2/3 ലെസ് ദാൻ എന്താണ്? 4/5. കണ്ടോ കമ്പയർ ചെയ്യുന്നേ? എന്ത് വന്നു? 2/3 ലെസ് ദാൻ 4/5 എന്ന് വന്നു. ഇങ്ങനെയാണ് രണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കേ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ടു കമ്പയർ 2 നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് വി കമ്പയർ ദം ഇഗ്നോറിംഗ് ദർ നെഗറ്റീവ് സൈൻസ് ആൻഡ് ദെൻ റിവേഴ്സ് ദി ഓർഡർ. അപ്പോൾ രണ്ട് നെഗറ്റീവ് റാഷണൽ നമ്പറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ സൈൻ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ റിവേഴ്സ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, എക്സാമ്പിൾ -7/5 ആൻഡ് -5/3. ഈ രണ്ട് നമ്പറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? 7/5ഉം 5/3യും കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. അതായത് ഇതിൻ്റെ നെഗറ്റീവ് സൈൻ നമ്മൾ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ഇതിൻ്റെ നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്തിട്ട് ഈ പോസിറ്റീവ് സൈനുള്ള ഈ രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഇതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ആദ്യം ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കണം അല്ലേ? ഇവിടെ കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് LCM എന്തായിരിക്കും? LCM ഈസ് ഈക്വൽ ടു 5 × 3 ഈസ് ഈക്വൽ ടു 15. എന്തെഴുതാം? 7/5 നമുക്ക് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ 15 വരുന്ന കൂട്ടാക്കണം അല്ലേ? അപ്പോൾ 5 × 3, അപ്പോൾ 7 × 3 എന്ത് വരും? 7 × 3 ഈസ് 21. നെക്സ്റ്റ് 5/3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ചല്ലേ? 5 5s are 25. 5 × 3 ഈസ് 15. അപ്പോൾ കണ്ടോ, ഡിനോമിനേറ്റർ രണ്ടും നമുക്ക് എന്ത് കിട്ടി? സെയിം ആയിട്ട് കിട്ടിയല്ലേ? എന്തൊക്കെ കിട്ടി? 21/15 ആൻഡ് 25/15. ഏതാണ് ബിഗ്? 25 ആണ് ബിഗ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 21/15 ലെസ് ദാൻ 25/15. ഇതെന്താണ്? 21/15 ഏതിൻ്റെ ആയിരുന്നു? 7/5 ലെസ് ദാൻ
എന്ത് വന്നു? 5/3. കണ്ടോ? ഇങ്ങനെ കിട്ടി. അപ്പം ഇതിനെ ഇനി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? അപ്പം നമുക്ക് സൈൻ ഇഗ്നോർ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? റിവേഴ്സ് ദി ഓർഡർ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പം എന്ത് വരും? 7/5 ഗ്രേറ്റർ ദാൻ 5/3. അപ്പോൾ റിവേഴ്സ് നമ്മൾ ഓർഡർ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തപ്പം 7/5 ഗ്രേറ്റർ ദാൻ 5/3 എന്ന് കിട്ടി. മനസ്സിലായോ? ഇതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ത് പഠിച്ചു? നമ്മൾ ഫ്രാക്ഷൻ ചെയ്തതുപോലെ തന്നെ രണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യും. ഇനി രണ്ട് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് അതിനെ ഓർഡർ റിവേഴ്സ് ചെയ്യും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പോയിന്റ് നോക്കിയേ. കമ്പാരിസൺ ഓഫ് എ നെഗറ്റീവ് ആൻഡ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ ഈസ് ഒബ്വിയസ്. എ നെഗറ്റീവ് റാഷണൽ നമ്പർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് 0, whereas positive rational number is to the right of 0 on a number line. So, a negative rational number will always be less than a positive rational number. Third one in the example നോക്കിയേ. -2/3 and 1/3 രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലേ? ഇതിൽ നമ്മൾ നമ്പർ ലൈൻ വരച്ചാൽ 0യുടെ റൈറ്റിലോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റൈറ്റിൽ, അതായത് പോസിറ്റീവ് സൈഡിലുള്ളതായിരിക്കും എപ്പോഴും എന്ത്? ഗ്രേറ്റർ അല്ലേ? നെഗറ്റീവ് സൈഡിലുള്ളത് എപ്പോഴും സ്മോളർ ആയിരിക്കും. അപ്പം 2/3 എവിടെ വരും? ഇതിൻ്റെ 0യുടെ ലെഫ്റ്റിൽ വരും. 1/3 എവിടെ വരും? 0യുടെ റൈറ്റിൽ വരും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആയിട്ട് വരുന്നത്? 1/3 ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? -2/3 ഈസ് ലെസ് ദാൻ 1/3 എന്ന് എഴുതാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? എ നെഗറ്റീവ് റാഷണൽ നമ്പർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് 0s, whereas a positive rational number is to the right of 0 on a number line. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് റാഷണൽ നമ്പർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ എ പോസിറ്റീവ് റാഷണൽ നമ്പർ. അപ്പം -2/3 ലെസ് ദാൻ 1/3 എന്ന് വരും. പിന്നെ നോക്കിയേ, ടു കമ്പയർ റാഷണൽ നമ്പേഴ്സ് റെഡ്യൂസ് ദം ടു ദർ സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ദെൻ കമ്പയർ ദം. ഇപ്പം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്. അതായത് രണ്ട് റാഷണൽ നമ്പർ തന്നാൽ അതിന് ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനത് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കിയേ, -3/5 ആൻഡ് -1/3 ഇങ്ങനെ രണ്ട് റാഷണൽ നമ്പേഴ്സ് തന്നാൽ ഇതിൻ്റെ ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കും. ഇതിൻ്റെ രണ്ടിനും കൂടെ LCM എന്ത് വരും? 15 വരും അല്ലേ? അപ്പം -3/5 നമുക്ക് എങ്ങനെ എഴുതാം? *3 ഈസ് ഈക്വൽ ടു LCM എന്തായിരുന്നു? 15 അല്ലേ? 5 × 3 ഈസ് 15, -9/15 എന്ന് വന്നു. ഇനി -1/3 നമുക്ക് എങ്ങനെ എഴുതാം? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? -5/15. അപ്പോൾ ഇവിടെ എന്തായി? രണ്ട് ഡിനോമിനേറ്ററും ഈക്വലായി അല്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? -9/15ൻ്റെയും -5/15ൻ്റെയും ബിറ്റ്വീൻ ഉള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ എഴുതാം? -9/15 less than -8/15 less than -7/15 less than -6/15 less than -5/15 or എന്താണ്? -3/5 less than ഈ 9/15 ഏതിൻ്റെ പ്ലേസിലായിരുന്നു? -3/5ൻ്റെ പ്ലേസിലായിരുന്നു. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -3/5 ലെസ് ദാൻ
negative 8 by 15 less than negative 7 by 15 less than negative 6 by 15 less than negative 5 by 15 ഏതിൻ്റെ പ്ലേസിലായിരുന്നു? negative 1 by 3. കണ്ടോ? ഇങ്ങനെ നമുക്ക് രണ്ട് റാഷണൽ നമ്പറിൻ്റെ ബിറ്റ്വീൻ ഉള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നത്, ഓക്കെ, negative 3 by 5 ആൻഡ് negative 1 by 3 ആയിരുന്നു നമ്മൾ നമ്പർ എടുത്തത് അല്ലേ? ഇതിന് നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. നോക്കിയേ, negative 3 by 5 ഇതിൻ്റെയും രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ LCM എടുക്കാതെ നമ്മൾ സെയിം ആക്കും. നോക്കിയേ, ഇൻറ്റു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയേ, ഞാൻ 30 വെച്ച് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? negative 90 by 150 വന്നു. ഇനി negative 1 by 3 നിങ്ങൾക്ക് ഇവിടെ 3 150 കിട്ടാൻ വേണ്ടി എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 5 into 3 is 15. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? negative 50 by 150. നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് LCM ഡിനോമിനേറ്ററിൻ്റെ 15 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? 15 ആകുന്നത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ച് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എന്താക്കി? സെയിം ആക്കി. ഇപ്പോൾ എന്ത് വന്നു? negative 90 by 150 ആൻഡ് negative 50 by 150. ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഈ negative 90യുടെ വരുന്ന എന്താണ്? negative 90 by 150 less than negative 89 by 150 less than negative 88 by 150 less than etc. less than negative 51 by 150 less than negative 50 by 150. കണ്ടോ? അപ്പം ഇതിൻ്റെ ബിറ്റ്വീൻ എന്ത് വന്നു? negative 89 by 150 to negative 51 by 150 വരെ വന്നില്ലേ? അപ്പം നോക്കിയേ, ഇത്രയും. അപ്പോൾ അതായത് negative 3 by 5 ആൻഡ് negative 1 by 3യുടെ ബിറ്റ്വീൻ എന്തുണ്ട്? ഇത്രയും റാഷണൽ നമ്പേഴ്സും കൂടെ. അപ്പോൾ ഇതുതന്നെ നമുക്ക് വേറെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം? ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ ഫൈൻഡ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എനി ടു റാഷണൽ നമ്പേഴ്സ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ ബിറ്റ്വീന്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം LCM വെച്ച് കണ്ടുപിടിച്ചു, പിന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കാം. അപ്പം രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ ബിറ്റ്വീൻ എന്താണ്? അൺലിമിറ്റഡ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ലിസ്റ്റ് 3 rational numbers between negative 2 and negative 1. ഇവിടെ നോക്കിയേ, negative 2ൻ്റെയും negative 1ൻ്റെയും ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നോക്കിയേ, ഇവിടെ negative 1നെ നമുക്ക് എന്തെഴുതാം? negative 1 ഈസ് ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം അല്ലേ? negative 5 by 5 എന്താണ്? negative 1. ഇനി negative 2വിനെ നമുക്ക് എന്തെഴുതാം? negative 10 by 5 എന്ന് എഴുതാം ഇല്ലേ? 10 by 5 is 2. negative 10 by 5 is negative 2. അപ്പം negative 1നെ നമ്മൾ negative 5 by 5 എന്നും negative 2വിനെ നമ്മൾ negative 10 by 5 എന്നും എഴുതി. ഇനി ഇതിൻ്റെ ബിറ്റ്വീനുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? എന്താണ്? നോക്കിയേ, negative 10 by 5 less than negative 9 by 5 less than negative 8 by 5 less than negative 7 by 5 less than negative 6 by 5 less than negative 5 by 5. Or എന്തെഴുതാം? negative 2 less than negative 9 by 5 less than negative 8 by 5 less than negative 7 by 5 less than negative 6 by 5 less than negative 1. കണ്ടോ? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? 3 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ബിറ്റ്വീനുള്ള 3 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം എടുക്കാം. ഇത് 3 എണ്ണം വേണമെങ്കിൽ എടുക്കാം. പിന്നെന്താണ്?
ഇത് 3 വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ചൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എക്സസൈസ് 9.1 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സസൈസ് 9.1 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.